പത്മനാഭൻ എന്താണ് പറഞ്ഞത്? എനിക്ക് എൻ്റെ സ്വന്തം പിതാവിനെ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഇവിടുത്തെ ബ്രാഹ്മണ്യ വ്യവസ്ഥ എന്നാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷം 3ാം ടേമും അധികാരത്തിലേക്ക് വരും. നമ്മളെല്ലാം ചെറുപ്പം മുതൽ പഠിച്ച എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ ഉപഭോഗവും പ്രതിശീർഷ വരുമാനവുമുള്ള സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ന് പഞ്ചാബാണോ? കേരളമല്ലേ? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നിലപാടുകളുടെ കാര്യത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിൻ്റെ തലവൻ എന്നുള്ളതിലുപരി വ്യക്തിപരമായി കൂടി കാർക്കശ്യമുള്ള, നിശ്ചയദാർഢ്യമുള്ള നിലപാടുള്ള ഒരാൾ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അദ്ദേഹം 2018, 19, 20 കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ ഇപ്പോഴും സൗണ്ട് ബൈറ്റായിട്ട് ഓടുന്നുണ്ട്, റീലുകളായിട്ട് വരാറുണ്ട്. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അയ്യങ്കാളിയും നാരായണ ഗുരുവും ഒക്കെ ആചാരം ലംഘിച്ചവരായിരുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് കേട്ട് കൈയടിച്ച ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ LDFന്റെ ഒരു അനുവാചകരായിട്ടുള്ള നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടുള്ള ആളുകളൊക്കെ ഇത് കേട്ടിട്ട് ഇപ്പോൾ തലയിൽ കൈവെക്കുന്നുണ്ടാവില്ലേ? അഭിലാഷേ, നമുക്കെല്ലാവർക്കും അറിയാം പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന സമയത്താണ് സുപ്രീം കോടതിയുടെ ലിജുവിൻ്റെ പാർട്ടിക്കാർ ചരിത്രപരമെന്ന് പറഞ്ഞ സ്ത്രീ പ്രവേശന വിധി വന്നത്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സുപ്രീം കോടതി വിധി, സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ പരമോന്നത കസ്റ്റോഡിയനാണ്, ആ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ്. ആരെങ്കിലും ശബരിമലയിൽ പോകണമെന്ന് പറഞ്ഞാൽ കയറും. ഇവിടെ ലിജിയും BJPക്കാരും ഒരുപോലെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കെട്ടി ആരെയൊക്കെ അവിടെ കൊണ്ട് ആരെയും ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. പോകാൻ വന്നവർക്ക് സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. ഇനി ഇവിടെ BJPയുടെ പ്രതിനിധി എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം മനസ്സിലാക്കണം, സുപ്രീം കോടതിയിൽ ശബരിമല പ്രവേശനമല്ല, ഇന്ത്യയിലാകെയുള്ള സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി BJPയുടെ RSSന്റെ തന്നെ ഒരു അഭിഭാഷക സംഘം പ്രവർത്തിച്ചു. അവർ മഹാരാഷ്ട്രയിലൊക്കെ ചില ക്ഷേത്ര പ്രവേശനങ്ങൾക്ക് വേണ്ടിയുള്ള വിധി നേടിയെടുത്തു. കേരളത്തിലെ ശബരിമലയിലും അവരാണ് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയുള്ള കേസ് കൊടുത്തത് അല്ലേ? ആ വിധി വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥമുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളായ നമ്മളെല്ലാവരും എന്താണ്, ഭരണഘടനയുടെ സുപ്രീം കസ്റ്റോഡിയനായ സുപ്രീം കോടതി ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തിന് വിധേയമായി നിൽക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥമാണ്. നമുക്ക് കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാം. പക്ഷെ നമുക്ക് ഇന്ത്യ രാജ്യത്ത്, ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് അത്തരം ഒരു വിധി വന്നാൽ എന്ത് നിലപാട് സ്വീകരിക്കണം? അപ്പോൾ വിശ്വാസികളും അവരുടെ ആചാരവും അതുമായി ബന്ധപ്പെട്ട സംരക്ഷണ താല്പര്യങ്ങളുമൊക്കെ നമ്മുടേതുപോലുള്ള സമൂഹങ്ങളിൽ പലതരങ്ങളിൽ നിലനിൽക്കും. ആ ആചാരങ്ങളുടെ പ്രതിലോമപരത, സ്ത്രീവിരുദ്ധത, ലിംഗനീതിക്കെതിരായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ സാമൂഹ്യമായി ബോധവൽക്കരിച്ച് മുന്നോട്ട് പോകാനും മാറ്റാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയില്ല, മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ ആത്മകഥ ബ്രാഹ്മണ്യം നായർ സമുദായത്തിൽ ഉണ്ടാക്കിയ അപമാനകരവും സങ്കടകരവുമായ അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ എന്താണ് പറഞ്ഞത്? എനിക്ക് എൻ്റെ സ്വന്തം പിതാവിനെ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഇവിടുത്തെ ബ്രാഹ്മണ്യ വ്യവസ്ഥ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം വിമർശനങ്ങളിലൂടെ മാറ്റമുണ്ടാക്കാനുള്ള നവോത്ഥാനപരമായ ശ്രമങ്ങളുടെ കൂടെ നിൽക്കാൻ NSS പോലുള്ള സംഘടനകൾക്ക് ചരിത്രത്തിൽ ബാധ്യത ഉണ്ടായിട്ടില്ലേ? 1924 വൈക്കക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടന്ന ഐതിഹാസികമായ സവർണജാഥ, ആ സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ആളല്ലേ മന്നത്ത് പത്മനാഭൻ. അപ്പം ചരിത്രത്തിൽ ഒരു സംഘടനയായാലും ഒരു വ്യക്തിയായും പലതരം നിലപാടുകളുണ്ടാവും. പക്ഷേ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ സ്വീകരിക്കുന്നത് അവരുടെ ഈ നവോത്ഥാനപരമായ, പുരോഗമനപരമായ, സാമൂഹ്യോന്മുഖമായ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കുകയും മറ്റ് കാര്യങ്ങളിൽ അവരെടുത്തിട്ടുള്ള നിലപാടുകളെ വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് CPM പിണറായി വിജയനോ ഒരു നിലപാടും ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, നമ്മുടേതുപോലുള്ളൊരു സമൂഹത്തിൽ വ്യത്യസ്ത വിശ്വാസി സമൂഹങ്ങളെയും ആ വിശ്വാസങ്ങളെ സാക്ഷാത്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന അനുഷ്ഠാനം. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എന്ന് പറയാം. അതിനിടയ്ക്ക് എന്താണ് ക്രോസിംഗ് ഒന്നും വേണ്ട. ഇവിടെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും. ഞാൻ നിങ്ങളെ ആരെയും ചർച്ചയിൽ ഞാൻ കടന്നിട്ടില്ല. നിങ്ങൾ 3 പേര് ഇരുന്നിട്ട് എന്റെ നിലപാടിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനത്തെ തർക്കത്തിന്റെ ഒന്നും പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ നിലപാട് എന്തായാലും പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ത് സാധാരണക്കാരന്റെ സംശയം പറയാൻ ലിജുവിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ലിജു സാധാരണക്കാരൻ്റെ ആളല്ല. സാധാരണക്കാരന്റെ പ്രസ്ഥാനാണോ കോൺഗ്രസ്? അല്ല, ഈ രാജ്യത്ത് 47 മുതൽ അധികാരം കൈകാര്യം ചെയ്തിട്ട് ഈ രാജ്യത്തിന്റെ സംരക്ഷണയും സാമൂഹ്യ ജീവിതത്തെയും തകർത്ത് BJPയുടെ കൈകളിലേക്ക് അധികാരം എത്തിച്ചു കൊടുത്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് നിങ്ങൾ. ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് നിയോ ലിബറൽ നയങ്ങൾ നടപ്പാക്കിയത്. ശരിയല്ല, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങ് കൺക്ലൂഡ് ചെയ്യൂ. നിങ്ങൾ ഈ രാജ്യത്ത് കൺക്ലൂഡ് ചെയ്യാൻ ഇടപെടുമ്പോൾ അഭിലാഷ് എന്താ ഇടപെടരുതെന്ന് പറയാത്തത്?
അഭിലാഷിന് പറയാൻ ബാധ്യതയില്ലേ? ഇല്ല. ഞാൻ ഇവരുടെ താങ്കൾ ചർച്ചയിൽ ഞാൻ പറഞ്ഞോളൂ. അദ്ദേഹം കയറിയിട്ടുണ്ട്. പറയുന്നില്ല. അപ്പോൾ വിഷയം ഇതാണ്. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷം 3ാം ടേമും അധികാരത്തിലേക്ക് വരും. എന്തുകൊണ്ടാണ് വരുന്നത്? കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ഭൗതിക ജീവിതാവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ വിസ്മയകരമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. ഇവിടെ ലിജുവും ജിതിൻ ദേവും എന്ത് പറഞ്ഞാലും അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ മാറ്റങ്ങൾ എല്ലാവർക്കും അറിയാം. മധ്യപ്രദേശിന്റെ കണക്ക്, ഉത്തർപ്രദേശിന്റെ കണക്ക്. മിസ്റ്റർ ജിതിൻ ദേവ്, നിങ്ങൾ നീതി ആയോഗിന്റെ കണക്കുകൾ നോക്കുക. ഇവിടെ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം നിങ്ങളുടെ വാട്സപ്പിലേക്ക്. അഭിലാഷിന്റെ വാട്സപ്പിൽ ആ വിവരങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ നോക്കുക, ഇന്ത്യയിൽ ജീവിത ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. കേരളം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന IMFന്റെ പ്രതിശീർഷ വരുമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മളെല്ലാം ചെറുപ്പം മുതൽ പഠിച്ച എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ ഉപഭോഗവും പ്രതിശീർഷ വരുമാനവും ഉള്ള സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ന് പഞ്ചാബാണോ? കേരളമല്ലേ? 3 നേരം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ജനങ്ങളെ അതിനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് IMF അവരുടെ പ്രതിശീർഷ വരുമാനത്തിൻ്റെ കണക്ക് അവതരിപ്പിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്? കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? കേരളത്തിൽ 98.6% ആളുകൾ പ്രതിശീർഷ വരുമാനത്തിൽ വളരെ മുന്നിൽ നിൽക്കുകയാണ്. ബാക്കി വരുന്ന ആളുകളെ തീവ്രമായ അൾട്ടിമേറ്റ്ലി പുവറായ അവസ്ഥയിലുള്ള ആളുകളെ ഉദ്ധരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിദരിദ്രരെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ നടത്തുകയാണ്. ഇതെല്ലാം കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും കാണേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. ശരി.